ഗ്രീൻ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നത് ഈ കോമഡിയിലൂടെ ഒരു സമുദായത്തെ അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്തുന്നത് ശരിയുള്ളതല്ല എന്ന് പറയുവാനാണ്. ഒരു വ്യക്തികളെ അവരുടെ നടത്ത, അവരുടെ ഭാഷ അത് ഉച്ചരിച്ചുകൊണ്ട് കോമഡിയിലൂടെ പലരും അനുകരിക്കുന്നുണ്ട്. ഇതല്ല. ഇത് ഒരു സമുദായത്തെ മാത്രം കണ്ടുകൊണ്ട്, ഒരു സമുദായത്തിൻ്റെ ചില പ്രദേശങ്ങൾ മാത്രം കണ്ടുകൊണ്ട്, അവരുപയോഗിക്കുന്ന ഭാഷകളെ അനുകരിച്ചുകൊണ്ട്, ഞങ്ങൾ തെക്കൻ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്തോട്ടേക്ക് വരുമ്പോഴേക്കും അപ്പി എന്ന് മുമ്പ് വിളിക്കുന്ന ആ ഭാഷ അത് വർഷങ്ങൾക്ക് മുമ്പേ ഉപയോഗിച്ചിരുന്ന ഭാഷ. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത പ്രദേശം കിടക്കുന്നതാണ് കളിയിക്കാവിള തൊട്ട് കാഞ്ഞിരംകുളം പ്രദേശം, നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ ഉൾക്കൊള്ളത് കണ്ടാണ് ആ ഭാഷാ പ്രയോഗങ്ങൾ അവിടെ വരുന്നത്. ആ കാലഘട്ടങ്ങൾ മാറി, ഏറ്റവും വിദ്യാസമ്പന്നരായി മാറി. തെക്കൻ കേരളത്തിൻ്റെ വീരപുരുഷന്മാർ നമുക്ക് ചെയ്ത സംഭാവനകളെല്ലാം മറന്നുകൊണ്ടാണ് ആ സമുദായത്തെ മാത്രം ആക്ഷേപിച്ചുകൊണ്ട് ഇന്ന് ഈ കോമഡിയിലെ ചില നിത്യരംഗങ്ങൾ അരങ്ങേറുന്നു. അത് കാണുമ്പോൾ തന്നെ വളരെ പ്രയാസം തോന്നും. സ്വാതന്ത്ര്യ സമര സേനാനി കുഞ്ഞൻ വട്ടിയൂർക്കാവ് സമ്മേളനത്തിന് പോലും പങ്കെടുത്ത ഒരിക്കൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത നേതാവ്, കാഞ്ഞിരംകുളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്ഥിര MLA ആയി വന്ന കുഞ്ഞൻ, അങ്ങനെ എത്രയോ വീരപുരുഷന്മാർ, മന്ത്രിയായിരുന്ന സുന്ദരൻ നാടാർ, എന്നും നമ്മൾ ഓർമ്മിക്കുന്ന ഒരുപാട് നായകന്മാർ വന്നുവെങ്കിലും അതിനോടൊപ്പം ഓർമ്മിക്കുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് സംഭാവന കിരീടത്തിലെ നായകനായി വന്ന ജോസ്, വില്ലൻ നായകനായിട്ട് വന്നു. ഇത്രയും ഇങ്ങനെയൊക്കെ സംഭാവന ചെയ്ത ആ പ്രദേശത്തെ ഒരു വ്യക്തമായി പറഞ്ഞാൽ നാടാർ സമുദായത്തെ അടിച്ചാക്ഷേപിക്കുന്ന കോമഡി എന്ന് പറയുന്ന ഈ രീതി നിർത്തലാക്കേണ്ട കാലം കഴിഞ്ഞു. കിരീടൻ ജോസിനെ കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പോഴേക്കും നമുക്ക് എന്നും ഓർമ്മ വരും ആർട്സ് കോളേജിൻ്റെ ഗവൺമെൻറ് ആർട്സ് കോളേജിൻ്റെ ചരിത്രത്തിൽ ഒരു വില്ലൻ നായകനായി വന്ന ആ രംഗങ്ങൾ. ഒരിക്കൽ പോലും SFIക്ക് ആധിപത്യം ഇല്ലാതെ KSUവിൻ്റെ ആധിപത്യത്തിലേക്ക് വേണ്ടി ഒരു കൊടിയെങ്കിലും കെട്ടാൻ അനുവാദം വാങ്ങിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് കെട്ടിയിട്ടുള്ളൊരു വ്യക്തി. അതുപോലെ എത്രയോ സംഭാവന ചെയ്ത് ഇതെല്ലാം ഈ സമുദായത്തും കൊണ്ട് ആക്ഷേപിക്കുന്ന നിത്യവും ചില രംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഈ രീതി കർക്കശമായി നിർത്തലാക്കണം. ഒരിക്കൽ പോലും അത് അത് നിർത്തലാക്കണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാണ്. പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ ഒരുപാട് സംഭാവന ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. ആ രീതികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് നടത്തുന്ന ഈ ആക്ഷേപ രീതി അനുവദിക്കാൻ പാടുള്ളതല്ല. എത്രയും പെട്ടെന്ന് അത് നിർത്തലാക്കണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഏത് മീഡിയയിലാണെങ്കിലും ഈ രംഗങ്ങൾ അവതരിപ്പിക്കുന്ന രീതി പൂർണ്ണമായി നിർത്തലാക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം.